നമസ്കാരം. സ്ത്രീകളെ ലൈംഗിക ബന്ധത്തിനായി സമ്മാനമായി നൽകുക. ഗോത്രകാലഘട്ടത്തിലൊക്കെ അടിമ സ്ത്രീകളെ കൈമാറുന്നതിൻ്റെ കഥകൾ നാം വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആധുനിക കാലത്തും ലോകത്ത് ഇങ്ങനെയൊക്കെ നടക്കുക എന്നത് ചെറുതല്ലാത്ത ഞെട്ടലുണ്ടാക്കും. അത്തരമൊരു സംഭവത്തിനാണ് കഴിഞ്ഞ ദിവസം റുമേനിയ സാക്ഷിയായത്. അനധികൃതമായി കടത്തപ്പെട്ട സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന ആരോപണത്തിൽ ആയോധന കലാകാരനും ഹോളിവുഡ് നടനുമായ ജീൻ ക്ലോഡ് വാൻ ഡാമയ്ക്കെതിരെ റൊമേനിയയിൽ കേസ് വന്നിരിക്കുകയാണ്. ആ സംഭവത്തിന്റെ ഉള്ളറകൾ തേടി പോകുമ്പോഴാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന കേട്ടാലറയ്ക്കുന്ന സംഭവങ്ങളുടെ ചുരുളുകൾ അഴിയുന്നത്. റൊമേനിയയിൽ കടത്തപ്പെട്ടവരിലുള്ള ഒരു സ്ത്രീ വെളിപ്പെടുത്തൽ നടത്തിയതിനെ തുടർന്ന് റൊമേനിയൻ ഏജൻസി നടത്തിയ അന്വേഷണത്തിന് പിന്നാലെയാണ് ജീനിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. ക്രിമിനൽ സംഘം രൂപീകരിച്ചതിനും മനുഷ്യക്കടത്ത് നടത്തിയതിനും അന്വേഷണം നേരിടുന്ന നിരവധി റൊമേനിയക്കാർ 5 റൊമേനിയൻ സ്ത്രീകളെ വാഗ്ദാനം ചെയ്തു. ജീനിന് അവരുടെ അവസ്ഥ നല്ലവണ്ണം അറിയാമായിരുന്നു. എന്നിട്ടും അവനെ ചൂഷണം ചെയ്യുകയായിരുന്നു. ജീൻ ക്ലോഡിന് നേരെ വന്ന ആരോപണം ലോകവ്യാപകമായും വളരുന്ന ഒരു വലിയ മാഫിയയെക്കുറിച്ചാണ് മുന്നറിയിപ്പ് നൽകുന്നത്. അതാണ് മനുഷ്യക്കടത്ത് മാഫിയ. അമേരിക്കയും യൂറോപ്പും മയക്കുമരുന്ന് ആയുധ മാഫിയയെ പോലെ ഇന്ന് ഭയക്കുന്നത് മനുഷ്യക്കടത്ത് മാഫിയയാണ്. കോടികൾ ഒഴുകുന്ന ബിസിനസ്സാണ്. അർജന്റീന അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ജനം വലിയ രീതിയിൽ ഒഴുകിയെത്തുന്നതോടെ സ്ത്രീകളെ സമ്മാനമായി കൊടുക്കുന്ന രീതി പോലും വന്നിരിക്കുകയാണ്. ശരിക്കും ആധുനിക അടിമത്തം. ഒന്നും രണ്ടുമല്ല, $250 ബില്യൺ വലിയ വ്യവസായമായി മനുഷ്യക്കടത്ത് ഇന്ന് മാറിക്കഴിഞ്ഞുവെന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ കണക്ക്. ഇതിന് കാരണമായി അവർ പറയുന്നതും സാമ്പത്തിക അസമത്വം തന്നെയാണ്. ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് മെച്ചപ്പെട്ട ജീവിതം പ്രതീക്ഷിച്ച ആളുകൾ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളിലേക്കും ജപ്പാനിലേക്കും എന്തിന് ചൈനയിലേക്ക് വരെ വൻതോതിലെത്തുകയാണ്. ഡിസ്പോസിബിൾ പീപ്പിൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ പണ്ഡിതനായ കെവിൻ ബെയിൽസിന്റെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമായി 27 ദശലക്ഷം ആളുകൾ ആധുനിക അടിമത്തത്തിൽ കഴിയുന്നു. 2008 ആഗോള വാണിജ്യ ലൈംഗിക വ്യാപാര റിപ്പോർട്ടിൽ 2 ദശലക്ഷം കുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതേ വർഷം ലോകമെമ്പാടുമുള്ള 12.3 ദശലക്ഷം വ്യക്തികളെ നിർബന്ധിത തൊഴിലാളികൾ, ബോണ്ടഡ് തൊഴിലാളികൾ, ലൈംഗിക കടത്ത് ഇരകൾ എന്നിങ്ങനെ തരം തിരിച്ചിട്ടുണ്ട്. ഈ വ്യക്തികളിൽ ഏകദേശം 1.39 ദശലക്ഷം പേർ വാണിജ്യ ലൈംഗിക അടിമകളായി ജോലി ചെയ്തു. അതിൽ 98% പെൺകുട്ടികളാണ്. ഇത് 2008 കണക്കാണ്. പുതിയ പഠനങ്ങൾ പ്രകാരം ഇത് ഓരോന്നും 2 ഇരട്ടിയായി വർദ്ധിക്കുകയാണ്. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള വികസിത രാജ്യങ്ങൾ തീവ്രവാദ പ്രശ്നങ്ങളും മറ്റും കണക്കിലെടുത്ത് കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലടക്കം പ്രശസ്തനായ ഒരു നടനാണ് സ്ത്രീകളെ സമ്മാനം വാങ്ങിയതിലൂടെ വിവാദ നായകനായ ബെൽജിയം സ്വദേശിയായ ജീൻ ക്ലോഡ് വാൻ ഡാമെ. ആയോധന കലാകാരനും നടനും ചലച്ചിത്ര നിർമ്മാതാവുമാണ് ഇയാൾ. ഏഷ്യയിലും ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വ്യാപകമായ ഒന്നാണ് ലൈംഗിക ആവശ്യങ്ങൾക്കായി കുട്ടികളെ അടക്കമുള്ളവരുടെ മനുഷ്യക്കടത്ത്. ലൈംഗിക വ്യവസായത്തിലെ നിർബന്ധിത തൊഴിൽ ലോകമെമ്പാടുമുള്ള 4.5 ദശലക്ഷം ആളുകളെ ബാധിക്കുന്നുണ്ട് എന്ന് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ വ്യക്തമാക്കുന്നുണ്ട്. ജോലിക്കെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന സ്ത്രീകൾ പലപ്പോഴും എത്തിപ്പെടുന്നത് വേശ്യാലയങ്ങളിലാണ്. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ്, അർജന്റീന, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ യൂറോപ്പിലേക്ക് വൻതോതിൽ മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട്. ചൈന, തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ ചില രാജ്യങ്ങളിലെ നിർബന്ധിത വിവാഹങ്ങളും മനുഷ്യക്കടത്തിൽ തന്നെയാണ് പെടുത്തിയിരിക്കുന്നത്. മ്യാൻമാറിൽ നിന്നും കംബോഡിയയിൽ നിന്നുമുള്ള സ്ത്രീകളെ ചൈനയിലെത്തിച്ച നിർബന്ധിത വിവാഹം നടത്തിപ്പിക്കുകയാണ്. ബോണ്ടഡ് ലേബർ പോലും ആധുനിക അടിമത്തമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത എന്നാൽ മനുഷ്യക്കടത്തിന്റെ ഭാഗമായി അവയവ മാഫിയയും പ്രവർത്തിക്കുന്നു എന്നതാണ്. ചില സന്ദർഭങ്ങളിൽ ഇര ഒരു അവയവം ഉപേക്ഷിക്കാൻ നിർബന്ധിതനാകുന്നു.
മറ്റു സന്ദർഭങ്ങളിൽ ഇര പണത്തിനോ സാധനങ്ങൾക്കോ പകരമായി ഒരു അവയവം വിൽക്കാൻ സമ്മതിക്കുന്നു. പലപ്പോഴും ഇരയുടെ സമ്മതമില്ലാതെയും അവയവങ്ങൾ എടുക്കുന്നുണ്ട്. അർജന്റീന അടക്കമുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും കടത്തിയ പല സ്ത്രീകളുടെയും കഥ അതീവ ദയനീയമാണ്. കംബോഡിയ, മ്യാൻമാർ, ലാവോസ്, നൈജീരിയ തുടങ്ങിയ ഇവിടങ്ങളിലെ തട്ടിപ്പ് ഫാക്ടറികളിൽ കുപ്രസിദ്ധമാണ്. ഇതിൽ മലയാളികളടക്കം പെട്ടിട്ടുണ്ട്. ജോലിക്കെന്ന് പറഞ്ഞ് ഇവിടേക്ക് ആളുകളെ എത്തിച്ച പിന്നെ സൈബർ തട്ടിപ്പ് അടക്കമുള്ള പരിപാടിക്കാണ് കൊണ്ടുപോവുക. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കടത്ത് മാഫിയ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊരു സംശയവും ഉണ്ടാകില്ല, അത് മെക്സിക്കൻ മാഫിയ തന്നെയാണ്. ലോകോത്തരമെന്ന് കരുതുന്ന അമേരിക്കൻ പോലീസിന്റെയും പട്ടാളത്തിന്റെയും കണ്ണു വെട്ടിച്ചാണ് അവർ ആയിരക്കണക്കിന് ആളുകളെ ആ രാജ്യത്തേക്ക് കടത്തുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അമേരിക്കയിലേക്ക് കടത്താൻ സംഘങ്ങൾ ഉണ്ടെങ്കിലും മെക്സിക്കോയ്ക്കായി പോലെ ഇടത്തരം സുസംഘടിതമായ ഒരു നെറ്റ്വർക്ക് വേറെ എവിടെയുമില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും എന്തിന് കമ്മ്യൂണിസ്റ്റ് ക്യൂബയിൽ പോലും അമേരിക്ക എന്ന സ്വപ്ന ഭൂമിയിലേക്ക് ആളെ എത്തിക്കുന്ന സംഘങ്ങളുണ്ട്. ഡോങ്കി റൂട്ട് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡോങ്കി റൂട്ട് ഇങ്ങനെയാണ്. ആദ്യമായി നിങ്ങളെ ഏജന്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോർ, ബൊളീവിയ, ഗിയാന, ബ്രസീൽ, വെനസ്വേല എന്നിവയിൽ ഏതെങ്കിലും ഒരിടത്തേക്ക് വിമാനം കയറ്റും. യാത്രക്കായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ബോധപൂർവമാണ്. കാരണം ഈ രാജ്യങ്ങളിലേക്ക് എത്താനുള്ള നടപടിക്രമങ്ങൾ വളരെ എളുപ്പമാണ്. ഓൺ അറൈവൽ വിസ മാത്രമല്ല, പ്രീ വിസ അറൈവൽ വിസയും ഇവിടെ ലഭിക്കും എളുപ്പത്തിൽ. ലോകത്തിന്റെ പേടിസ്വപ്നമായ മെക്സിക്കൻ ഡ്രഗ് മാഫിയയുമായി ചേർന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കൊളംബിയൻ അതിർത്തിയിൽ നിന്ന് പനാമ കാർഡുകൾ കടത്തി അമേരിക്കയിൽ എത്തിക്കുക എന്ന തീർത്തും ദുഷ്കരമായ ദൗത്യമാണ് ഇവർ പണം വാങ്ങി നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. തീർത്തും വന്യമായ പ്രദേശമാണ് പനാമ കാർഡുകൾ. കുടിവെള്ളം പോലും കൊണ്ടുപോകണം. വന്യമൃഗങ്ങളുടെ ആക്രമണം പതിവാണിവിടെ. ഇത്തരം കുടിയേറ്റക്കാരെയും കൊള്ളയടിക്കാൻ എന്തിനും തയ്യാറാകുന്ന ക്രിമിനൽ സംഘവും ഈ ഒരു നാട്ടിൽ സജീവമായി ഉണ്ട്. സ്ത്രീകൾ പീഡനം ഭയന്ന് ഗർഭനിരോധന ഉറകൾ പോലും കയ്യിൽ കരുതണം. ഒട്ടേറെ സ്ത്രീകൾ ഇവിടെ വച്ച ക്രൂര ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട്. പലരും അക്കാര്യം പിന്നീട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇത് പുസ്തകങ്ങളും ചരിത്രവുമായിട്ടുണ്ട്. കാട്ടിലൂടെ പോകുന്ന സ്ത്രീകളുടെ കയ്യിൽ അവരുടെ സുരക്ഷയെ തന്നെ കരുതി ഏജന്റുമാർ കോണ്ടം കൊടുക്കാറുമുണ്ട്. ദുൽഖർ നായകനായ CIA എന്ന സിനിമയിലും സമാനമായ രംഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ റൂട്ടിലെ ഏറ്റവും ദുഷ്കരമായ കാര്യങ്ങളിൽ ഒന്ന് ഡാരിയൻ ഗ്യാപ്പ് എന്നറിയപ്പെടുന്ന ഈ വനപ്രദേശം കടന്നു കിട്ടുക എന്നതാണ്. 97 കിലോമീറ്റർ നീളമുള്ള ഈ കൊടും കാട്ടിലൂടെയുള്ള യാത്ര അതീവ ദുരിതമയമാണ്. പനാമയെയും കൊളംബിയയെയും ബന്ധിപ്പിക്കുന്ന ഈ വനപാത ചതുപ്പുകളും വന്യമൃഗങ്ങളും അടങ്ങുന്ന പാതയാണ്. മോശം കാലാവസ്ഥയും മോശം ഭൂപ്രകൃതിയും എല്ലാം കൊണ്ട് ആരും ഈ കൊടുംകാട്ടിലേക്ക് പ്രവേശിക്കുക പോലും ചെയ്യാറില്ല. എന്നാൽ US എന്ന സ്വപ്നവുമായി നടക്കുന്ന മനുഷ്യർ വേറെ വഴിയില്ലാതെ ഈ പാത തിരഞ്ഞെടുക്കുകയാണ്. വിഷപ്പാമ്പുകൾ, കുത്തിയൊഴുകുന്ന നദികൾ, പുലിയും കരടിയും അടക്കമുള്ള വന്യമൃഗങ്ങൾ തുടങ്ങിയവയെല്ലാം ഈ വനപാതയിലുണ്ട്. എപ്പോഴും മരണം കൂടെയുള്ള പാത എന്നാണ് ഇതറിയപ്പെടുന്നത്. നിരവധി പേർക്ക് ഇവിടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. കൊള്ളയടിക്കപ്പെട്ടവരും ഏറെയുണ്ട്. യാത്രക്കിടെ സംഘത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ മൃതദേഹം അവിടെ ഉപേക്ഷിക്കേണ്ടി വരും. തിരിച്ച നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ടാകില്ല. ആയിരക്കണക്കിന് ആളുകൾ ഈ കാടുകളിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്ക്. ഒരിക്കൽ HBOയുടെ ഒരു ഡോക്യുമെന്ററിക്ക് വേണ്ടി പനാമ കാടുകൾ പരിശോധിച്ചപ്പോൾ മനുഷ്യന്റെ നിരവധി അസ്ഥികൂടങ്ങളാണ് കണ്ടത്. വെള്ളം പോലും കിട്ടാതെ ഒറ്റപ്പെട്ടു പോയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തവർ വരെയുണ്ട്. ഏറ്റവും വിചിത്രമായ കാര്യം എന്തെന്നാൽ പനാമയും മെക്സിക്കോയും ഒക്കെ ഇതും ഒരു അനൗദ്യോഗിക വരുമാന മാർഗമായി എടുത്തിരിക്കുകയാണ് എന്നാണ്. അമേരിക്കയിലേക്ക് അനധികൃതമായി കുടിയേറാൻ ഏജന്റിന് കൊടുക്കുന്ന പണത്തിന്റെ നല്ലൊരു ഭാഗം പോകുന്നത് പോലീസിനാണ്. ഡ്രഗ് കാർട്ടലുകളും കുടിയേറ്റക്കാർക്ക് വേണ്ടി പണം പിരിക്കുന്നുണ്ട്. അങ്ങനെ ഏറെ ക്ലേശിച്ച് പനാമ കാർഡുകൾ നടന്ന് താണ്ടിയാലാണ് അമേരിക്കയുടെ തൊട്ടറ്റത്തുള്ള മെക്സിക്കോയിൽ പ്രവേശിക്കാൻ സാധിക്കുക. മിക്ക കുടിയേറ്റക്കാരും തിരഞ്ഞെടുക്കുന്ന രാജ്യമാണ് മെക്സിക്കോ. രണ്ട് രാജ്യങ്ങളും തമ്മിൽ 3140 കിലോമീറ്റർ ദൂരത്തിലാണ് അതിർത്തി പങ്കിടുന്നത്. റിയോ ഗ്രാൻഡ് നദിയിലാണ് ഇവരിൽ കൂടുതൽ പേരും അതിർത്തി കടക്കാൻ ആശ്രയിക്കുന്നത്. ഇങ്ങനെ അതിർത്തിയിലേക്ക് എത്തുന്നവരിൽ പലരും US അതിർത്തി സുരക്ഷാ സേനയുടെ കസ്റ്റഡിയിൽ അകപ്പെടുന്നു. ചിലരെയൊക്കെ മാഫിയ സംഘം അടിമകളാക്കാറുമുണ്ട്. ഇന്ത്യയിൽ മനുഷ്യക്കടത്തിന്റെ തലസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതിന് പഞ്ചാബ്, ഹരിയാന എന്നാണ് ഉത്തരം.
മറ്റൊരു രാജ്യത്തേക്ക് അനധികൃതമായി കുടിയേറാനുള്ള വഴിയെ ഇവിടെ ഡങ്കി റൂട്ട് എന്നാണ് പറയുക. കഴുതയുടെ പ്രാദേശിക ഉച്ചാരണമായ ഡങ്കി പഞ്ചാബി ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. ഇതിനർത്ഥം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്കുള്ള യാത്ര എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഹരിയാനയിൽ നിന്നുള്ളവർ കൂടുതലായും അമേരിക്ക തിരഞ്ഞെടുക്കുമ്പോൾ പഞ്ചാബിൽ നിന്നുള്ളവർ കാനഡയാണ് ലക്ഷ്യം വെക്കുന്നത്. വലിയ സാമ്പത്തിക ചെലവ് വേണ്ട ഒരു യാത്ര കൂടിയാണ് ഡാങ്കി റൂട്ടിലേത്. US-ലേക്കുള്ള യാത്രയ്ക്ക് 15 ലക്ഷം രൂപ മുതൽ 40 ലക്ഷം രൂപ വരെ ഒരാളിൽ നിന്നും ചിലവാകും. 70 ലക്ഷം വരെ ചിലവാക്കി ഇതുവഴി അനധികൃതമായി US-ൽ എത്തിയവരുമുണ്ട്. പണത്തിന്റെ തോത് കൂടുന്നതോടെ യാത്രയുടെ ബുദ്ധിമുട്ടും കുറയും. ലാറ്റിൻ അമേരിക്ക വഴിയുള്ളതാണ് അമേരിക്കയിലേക്കുള്ള പ്രധാന ഡാങ്കി റൂട്ട്. പക്ഷേ അതല്ലാതെയും വഴിയുണ്ട്. ചിലപ്പോൾ യാത്രികരെ ദുബായിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് അസർബൈജാൻ, തുർക്കി വഴി പനാമയിലെത്തുന്നു. ഇവിടെ നിന്ന് മെക്സിക്കോ വഴി അമേരിക്കയിലേക്കും കടക്കുന്നു. അമേരിക്കയിലേക്ക് മാത്രമല്ല യൂറോപ്പിലേക്കും ഡാങ്കി റൂട്ട് വഴി പോകാം. ഒരാൾ ഇന്ത്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാളെ ആദ്യം സെർബിയയിലേക്ക് അയക്കും. അത്ര കണിശതയില്ലാത്ത രാജ്യമാണത്. സെർബിയയിലെ മനുഷ്യക്കടത്തുകാർ ശരിയായ അവസരത്തിനായി കാത്തിരിക്കാൻ ആവശ്യപ്പെടും. ശരിയായ സമയം വരുമ്പോൾ അവർ യാത്രികനെ മറ്റൊരു രാജ്യം വഴി യൂറോപ്പിന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഈ പദ്ധതിയും പരാജയപ്പെടാം. അപ്പോൾ കാത്തിരിപ്പും നീളും. മനുഷ്യക്കടത്തിന്റെ ആഗോള വ്യാപന നിരക്കും ദേശീയ നിരക്കും ഒക്കെ നോക്കുമ്പോൾ കേരളത്തിന് ആശ്വസിക്കാവുന്നതാണ്. പഞ്ചാബിലെയൊക്കെ പോലെ സംഘടിത മനുഷ്യക്കടത്ത് സംഘങ്ങൾ ഇവിടെയില്ല. പക്ഷെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കുറച്ച് ചെറുപ്പക്കാർ കംബോഡിയയിൽ IT ജോലിക്ക് എന്ന് പറഞ്ഞു പോയി സൈബർ തട്ടിപ്പ് മാഫിയയുടെ വലയിലായത് നേരത്തെ വാർത്തയായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷം തുടക്കത്തിൽ നാം കേട്ടതാണ് റഷ്യൻ പട്ടാളത്തിൽ പോയി ഏതാനും മലയാളികൾ കുടുങ്ങിയ ദയനീയമായ സംഭവങ്ങൾ. കഴിഞ്ഞ സെപ്റ്റംബറിൽ റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടയിൽ തൃശൂർ സ്വദേശി സന്ദീപ് ചന്ദ്രൻ കൊല്ലപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു വിവരം തന്നെ പുറം ലോകം അറിയുന്നത്. ഈയിടെ ബെനിൽ എന്ന മലയാളിയും റഷ്യയിൽ കൊല്ലപ്പെട്ടതോടെയാണ് കൂടുതൽ മലയാളികൾ റഷ്യൻ സൈന്യത്തിലുണ്ട് എന്ന സംശയമുയർന്നത്. കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ളവരെ റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിക്കാൻ നേതൃത്വം നൽകിയ എറണാകുളം സ്വദേശി സന്ദീപ് തോമസ് ആണെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. ഇയാൾ റഷ്യയിൽ സ്ഥിരതാമസക്കാരനാണ്. സന്ദീപ് മുഖേന റഷ്യൻ വിസ ലഭിച്ചവരാണ് സൈന്യത്തിൽ അകപ്പെട്ടത്. പലരെയും ഇടനിലക്കാരാക്കിയാണ് സൈന്യത്തിലേക്ക് ആളുകളെ എത്തിച്ചത്. ഉയർന്ന ശമ്പളത്തിൽ ഹോട്ടൽ ജോലി, പ്ലംബിംഗ്, ഇലക്ട്രീഷ്യൻ തുടങ്ങി വിവിധ ജോലി വാഗ്ദാനം ചെയ്ത റഷ്യയിൽ എത്തിച്ച് സൈന്യത്തിന് കൈമാറുകയാണ് ഇവർ ചെയ്യുന്നത്. വിമാനത്താവളത്തിൽ എത്തിയ ഇവരെ റഷ്യൻ സൈനികർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയത്. പാസ്പോർട്ട് അടക്കമുള്ള രേഖകൾ വാങ്ങിയ ശേഷം റഷ്യൻ പാസ്പോർട്ട് നൽകുകയാണ് ഉണ്ടായത്. ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഞെട്ടിച്ച സംഭവമായിരുന്നു മുനമ്പം മനുഷ്യക്കടത്തും. 2019 ജനുവരി 12 മുനമ്പം മാലിയങ്കര ബോട്ട് ചെട്ടിയിൽ നിന്ന് ബോട്ടിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 87 പേർ വിദേശത്തേക്ക് കടന്നതായാണ് കേസ്. ഇവരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുറഞ്ഞ നിരക്കിൽ ബോട്ട് മാർഗം ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും എത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ഡൽഹി അംബേദ്കർ കോളനി നിവാസികൾ, തമിഴ് വംശജർ, ശ്രീലങ്കൻ പൗരന്മാർ എന്നിവരെ ബോട്ടിൽ കടത്തുകയായിരുന്നു. ഒരാളിൽ നിന്ന് 3 ലക്ഷം രൂപ വീതം ഈടാക്കിയെന്നാണ് കേസ്. ബോട്ടിൽ പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് ആരും അറിഞ്ഞില്ല. ഓസ്ട്രേലിയയ്ക്കും ന്യൂസിലാൻഡിനും പുറമെ തായ്ലാൻഡ്, ഇന്തോനേഷ്യ, അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. കാണാതായവരുടെ ബന്ധുക്കളിൽ ചിലർക്ക് അൾജീരിയയിൽ നിന്ന് വന്ന ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും അതിനും ഫലമുണ്ടായില്ല.